നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാലാഞ്ചിറയിലുള്ള സുരേഷ് കുമാർ ഹസീന ദമ്പതികൾ പരസ്പരം മരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് സുരേഷ് എന്ന് പറയുന്ന മനുഷ്യന് ഭയങ്കര സംശയമാണെന്നൊക്കെയാണ് നമ്മളന്ന് കരുതിയത്. പക്ഷെ സംശയമല്ല, അതുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇവരുടെ കുടുംബം തകർക്കാൻ വേണ്ടി നിന്ന മാന്യൻ അവൻ ഇന്ന് സമൂഹത്തിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ വിരോധാഭാസം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ടും ഈ സ്ത്രീയുമായിട്ട് ചാറ്റ് ചെയ്തിട്ടും ഈ സ്ത്രീയുമായിട്ട് പലതരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടാക്കിയ ഹരി എന്ന് പറയുന്ന ഒരുത്തൻ ഇപ്പോഴും വളരെ മാന്യനായിട്ട് ആ നാട്ടിലൂടെ ബലസി നടക്കുന്നുണ്ട്. അവനൊരു കുഴപ്പവുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ 4 മക്കൾ അനാഥരായി, അത്രയേ ഉള്ളൂ. ഈ സ്ത്രീയുടെ ഇത്രയും വൃത്തികെട്ട, അതായത് ഈ സ്ത്രീയുടെ വൃത്തികെട്ട സംഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, പെണ്ണ് ഒരുമ്പിട്ടാൽ ഇടി ഒരു രക്ഷയില്ല മക്കളെ. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇന്നിപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കാണുന്നത് എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാട്ടം തന്നെയാണ്. അതായത് പലതരത്തിലുള്ള ആൺ സുഹൃത്തുക്കളും പിന്നെ എന്ന് പറഞ്ഞാൽ കാമുകന്മാരും ഇങ്ങനെയുള്ള ജാരന്മാർ. പണ്ടൊക്കെ ഇവറ്റകളാന്ന് പറഞ്ഞാൽ ജാരന്മാർ എന്ന് വിളിക്കുക, ഇന്ന് ആൺ സുഹൃത്തുക്കൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ സുഹൃത്തുക്കൾ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടകം പൊട്ടിച്ച് കളിച്ച് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുടുംബവും ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടായിട്ട് കുറേ ടീമുകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. വളരെയധികം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതായത് ഈ സുരേഷിൻ്റെ കുടുംബം തകർത്തതുപോലെ ഒരുപാട് കുടുംബങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. വളരെയധികം സൂക്ഷിച്ചോ. ഏതായാലും അന്ന് രാത്രി അല്ലെങ്കിൽ ആ വീട്ടിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട വോയിസ് ക്ലിപ്പാണ്. ആ വോയിസ് ക്ലിപ്പ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിശയപ്പെട്ടു പോകും. അമ്മാതിരി ഒരു ചെറ്റത്തരം വോയിസ് ക്ലിപ്പ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ കേട്ടതായിരിക്കുമേ, ഈ വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടതായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഹസീന എന്ന് പറയുന്ന സ്ത്രീ, ആ സ്ത്രീയും അതുപോലെ തന്നെ അവരുടെ കാമുകനായ അരിയ, അങ്ങനെ എന്തോ ഒരു പേര്, അവനും കൂടിയിട്ട് ഈ കുടുംബത്തെ ഇത്രമാത്രം നശിപ്പിച്ചു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തുകൂടെ, ഇവറ്റകൾക്ക് എവിടെയെങ്കിലും നാട് വിട്ടു പോയിക്കൂടെ? പക്ഷെ വേറൊരു കാര്യം കൂടി പറയാം. ഇവൻ്റെ കൂടെ പല പ്രാവശ്യം ഈ സ്ത്രീ ഇറങ്ങിപ്പോയതാണ്. പക്ഷെ ഈ മനുഷ്യൻ്റെ അവസാനത്തെ സ്നേഹം, അതുമാത്രവുമല്ല 4 മക്കളുടെ അമ്മയാണ്. ആ ഒരു വിചാരമോ ചിന്തയോ ഇല്ലാതെ ക്രൂരമായി പെരുമാറിയ, ആദ്യമൊക്കെ ഈ സ്ത്രീയോട് നമുക്ക് വളരെയധികം വേദനയും അതുപോലെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോഴാണ് മനസ്സിലായത്, സുരേഷേ, നീ എന്തിനാടാ ഈ കൊടുംപാതകം ചെയ്തത്? അതായത് നിനക്കതിനെ ഓടിച്ചതിന് ശേഷം നിൻ്റെ മക്കളുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ മേലായിരുന്നു. എന്തിനാണ് നീ ആ ഒരു സ്ത്രീയുടെ ആ ഒരു ഇത്രയുമായിട്ടുള്ള വൃത്തികെട്ട ആ ഒരു സ്ത്രീയുടെ പുറകെ പോയത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ മോശമായ പ്രവൃത്തിയാണ് ഈ ഹസീന ബീബി എന്ന് പറയുന്ന സ്ത്രീ ചെയ്തത്. അവർ ചെയ്തിരിക്കുന്നത് ആ ഭർത്താവിനോട് മാത്രമല്ല 4 കുഞ്ഞുങ്ങളോടാണ് നിങ്ങൾ അത് ചതി ചെയ്തിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ ഈ ഒരു കാര്യം പറയുമ്പോൾ പട്ടി എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. അതായത് ഈ അമ്മയുടെ കാമുകനെ പറ്റി പറയുമ്പോൾ അമ്മക്ക് ഭയങ്കര പ്രശ്നം. അമ്മ പട്ടി എന്ന് വിളിച്ചിട്ട് അടിക്കാനും ഊങ്ങുക. എന്തൊക്കെ സംഭവങ്ങളാണ് ഈ സ്ത്രീ ആ ഒരു വീട്ടിൽ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്കൊരു കാര്യം, ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാമേ. നിങ്ങൾ ആവശ്യമില്ലാത്തൊക്കെ പറയണ
വോയിസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ഒരു കുടുംബം അനുഭവിച്ച വേദന എന്തൊക്കെയാണ്. അതായത് കാമുകം വന്ന് വെളിയിൽ വെറിയോടുകൂടി കാത്തിരിക്കുക, രാത്രി 3:30 മണിക്ക് കൂടെ കിടക്കുമ്പോൾ ഇറങ്ങിച്ചെല്ലാൻ പറയുന്ന കാമുകൻ, അവൻ്റെ പണി കഴിഞ്ഞിട്ട് അവന് പിന്നീട് തിരിച്ചു കൊണ്ടുവിടുക. എന്തൊരു വൃത്തികെട്ട തരത്തിലുള്ളൊരു കുടുംബമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇതുപോലെയുള്ള അറുവാണിച്ചുകൾ കാരണം ഒരുപാട് ആണുങ്ങളുടെ ജീവിതം നരകത്തിലായിട്ടുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, കുറച്ചു കാലം മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഒരു വെടിവെപ്പ് കേസ് നടന്നിരുന്നു. അതായത് കാമുകനെ കൊണ്ട് ഭർത്താവിനെ വെടിവെച്ച് കൊല്ലിച്ചു ഒരു നാരദാമ്മ. മനസ്സിലാക്കണം നിങ്ങൾ. ഇങ്ങനെയുള്ള എത്രയെത്ര ഭർത്താക്കന്മാർ, എത്രയെത്ര ആൾക്കാർ, എത്ര പേരുടെ കുടുംബം തകർന്നു. ഇവറ്റകൾ ഉരുമ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ പിന്നെ ഒരു രക്ഷയില്ല. ഇവർക്കായിട്ട് കാത്തിരിക്കുന്ന വലവീശി നിൽക്കുന്ന ഒരുപാട് കാമഭ്രാന്തന്മാർ പൊളിയിലുമുണ്ട്. അങ്ങനെ ഇവറ്റകളുടെയൊക്കെ കാമഭ്രാന്തിൻ്റെ ഇരയാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ആൾക്കാർ മാത്രം, പാവപ്പെട്ട മനുഷ്യനാണ്. ഈ മനുഷ്യൻ എത്രമാത്രം സഹിച്ചിട്ടുണ്ടാകും. അയാളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്നതല്ലേ ഈ സ്ത്രീയെ. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് ഇയാളാണ് ചതിയൻ എന്നാണ്. പക്ഷേ ഇയാളൊരു നല്ല മനുഷ്യനാണ്. ഈ ഹരി എന്ന് പറയുന്നവൻ ഇന്ന് അവിടെ കിടന്ന് നല്ല രീതിയിൽ ചാർത്തുല്ലസിച്ചുകൊണ്ട്, അതായത് ആ നാട്ടിലൂടെ ആർത്തുല്ലസിച്ച് അട്ടഹസിച്ചുകൊണ്ട് അവൻ നടക്കുകയാണ്. അവനൊന്നും നഷ്ടപ്പെട്ടില്ല. അവന് കിട്ടിയിടത്തോളം എന്ന് പറഞ്ഞാൽ ഭാഗ്യം മാത്രമാണ്. അവന് കിട്ടിയിടത്തോളം സുഖം മറ്റൊരു കുടുംബം നശിപ്പിച്ച് അതിന് കാരണക്കാരിയായിട്ട് ഈ സ്ത്രീ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഒരു സ്ത്രീകൾ പോലും ഇങ്ങനെയുള്ള നിങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കരുത്. നിങ്ങൾ മക്കളെ പ്രസവിക്കാൻ നിൽക്കരുത്. നിങ്ങളെന്ത് ചെയ്യാൻ, നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ ആ ഇഷ്ടത്തിന് ജീവിച്ചങ്ങ് പോയിക്കോളുക. അല്ലാതെ ഇതുപോലെ ഉണ്ടാക്കി വിട്ടിട്ട് എത്രമാത്രം വേദനയോടുകൂടിയായിരിക്കും ഇന്ന് ആ മക്കൾ ജീവിക്കുന്നുണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ ഹരി എന്ന് പറയുന്നവൻ അവിടുത്തെ പ്രധാനപ്പെട്ടവനാണെന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകനാ പോലും. ഇവനേത് തേങ്ങാക്കൊലയിലെ പൊതുപ്രവർത്തകനാണ്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുപ്രവർത്തകരെ ഒന്നും വീട്ടിൽ അടുപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈറ്റിങ്ങൾ ഏതെങ്കിലും ഒരു ഞൊണ്ണം പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് പലപ്പോഴും തന്നെ വീടുകളിൽ വന്ന് സമാധാനവും അതുപോലെ കുടുംബവും വരെ നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. വളരെയധികം സൂക്ഷിച്ചു. ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ ഒരുപാട് അനുഭവം ഉണ്ടാകുമായിരുന്നു. എത്ര കുടുംബങ്ങളാണ് ഇവന്മാർ നശിപ്പിക്കുന്നത്. അതായത് ഇവരോടൊന്നും പറയാനോ അല്ലെങ്കിൽ ഇവരോടൊന്നും മുട്ടി നിൽക്കാനോ ചിലപ്പോൾ പാവം ഭർത്താവിന് കഴിഞ്ഞൊന്നും വരില്ല. അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴായിരിക്കും ഇവളുടെ കാമുകൻ്റെയും ഇവൻ്റെയും വർത്തമാനവും എച്ചിലുമായിരിക്കും പിന്നീട് അയാൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അത്രമാത്രം മോശപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ ഹസീന എന്ന് ഈ ഒരൊറ്റ വോയിസ് ക്ലിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ, അവനെ പിടിച്ചിട്ടാണ് ഇനി ഉള്ളിലിടേണ്ടത്. ഈ 2 മരണത്തിനും ആ 4 മക്കളും അനാഥരാകാൻ കാരണക്കാരെന്ന് പറഞ്ഞാൽ ഹരി എന്ന് പറയുന്നവൻ തന്നെയാണ്. അവനെയാണ് പിടിച്ച് ഉള്ളിലിടേണ്ടത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എത്രമാത്രം ക്രൂരമായ മനസ്സുള്ളവനാണവൻ. അവനെ പോലെയുള്ള നിരവധി ഹരിമാർ നമ്മുടെ നാട്ടിലുണ്ട് മക്കളെ. നിങ്ങൾ വളരെയധികം സൂക്ഷിച്ചോ. പെണ്ണുങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എംബോക്കികളെയൊക്കെ വീടിന് വെളിയിൽ നിർത്തുക. അല്ലാതെ ഒരു കാര്യത്തിന് പോലും നിങ്ങൾ ഇവരെയൊന്നും വിശ്വസിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റരുത്. കയറ്റിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് പറയുകയാണ്, കുടുംബം വേണമെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യന്മാരെ പോലും അടുപ്പിക്കരുത്. ഈ ഒരു പാവപ്പെട്ട കുടുംബം, ആ ഒരു എന്താ പറയുക, രാജേഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നിരവധി ആൾക്കാരുണ്ടോ. ഇതൊന്നുമല്ല, ഇതൊരുപാട് പേരുണ്ട്. ഇതുപോലെ കുടുംബം നശിച്ച് നാറാണക്കലായ ഒരുപാട് പേരുണ്ട്. മൂന്നാമതൊരുത്തൻ വീട്ടിൽ നുഴഞ്ഞു കയറിയിട്ട് ഭാര്യയെ എന്താ പറയേണ്ടത് അതുപോലെ ഉപയോഗിക്കുന്ന കുറേ ടീമുകളുണ്ട്. നന്ദി, നമസ്കാരം.